ഹലോ, എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളെ ഒരു മുത്തശ്ശിക്കൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ മുത്തശ്ശിമാർ വളരെ സിമ്പിളായിട്ട് നൊടിയിടെ തയ്യാറാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ഈ മുളക് വറുത്ത പുളി ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. നമ്മുടെ മുളക് വറുത്ത പുളി തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അതിനാദ്യം നമ്മളൊരു കടായി ചൂടാക്കി എടുക്കുക. ചൂടായ കടായിലോട്ട് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല പുളി എടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 നെല്ലിക്ക അളവിലുള്ള പുളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം, ഈ പുളി നല്ലതുപോലെ തിളച്ച് വെന്ത് വേണം. ആ സമയം നമ്മൾ ഇതിലോട്ട് എന്ത് ചെയ്യണം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കും കേട്ടോ. ഇതേ രീതിയിൽ പുളിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴാട്ടോ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റൊക്കെ ലഭിക്കുക. ഇതേ രീതിയിൽ പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ സ്മെല്ലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എന്ത് ചെയ്യാം, ഒരു പിഞ്ച് അളവിൽ കായം കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്ത കായത്തിൻ്റെ കുഞ്ഞ് പീസിന് പകരം നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കറിയൊക്കെ ഉണ്ടായ ശേഷം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിങ്കറിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവുണ്ടായ കറിക്ക് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഞാനിവിടെ 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതി കറി തയ്യാറാക്കും കേട്ടോ. അവർക്ക് ചോറിനാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി. ഇന്നൊക്കെ നമ്മൾ ഒത്തിരി കറിയൊക്കെ ഉണ്ടാക്കൂല്ലേ, പണ്ട് ഈ ഒരൊറ്റ കറി വെച്ചൊരു ചോറിനായിരുന്നു. നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്ന് കറി ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഇതങ്ങ് മാറ്റി വെച്ചിട്ട് കറിയിലോട്ടുള്ള താളിപ്പങ്ങ് തയ്യാറാക്കാം. അതിനൊരു കടായി ചൂടാക്കിയെടുക്കുക. ചൂടായ കടായിലോട്ട് എന്ത് ചെയ്യാം, നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ വറവിടുമ്പോൾ പ്രത്യേക ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, കടുക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണോളം കടുകാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് എന്ത് ചെയ്യാം, നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുഞ്ഞുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി 2-3 സെക്കൻഡ് നമ്മളത് എന്ത് ചെയ്യണം, നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. കുഞ്ഞുള്ളി ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണേ. കുഞ്ഞുള്ളി ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലൂടെ നമുക്ക് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 5-6 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലൊരു കറിയും ചൂട് ചോറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നത് അറിയത്തേയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ഇത്. ഇനി നമുക്കെന്ത് ചെയ്യാം, നമ്മൾ താളിച്ച് കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറിയിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കറി സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു മുളക് വറുത്ത പുളി തയ്യാറാക്കി നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി കൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.